ഗുഡ് മോർണിംഗ് ഗായ്സ്. എണീറ്റതേ ഉള്ളൂ. സോ ഇവിടെ അപ്പടി മഴയായിരുന്നു. ഇന്നലെ രാത്രി നിറയെ മഴയായിരുന്നു. സോ ഇവിടെയൊക്കെ വെള്ളം ചെറുതായിട്ട് പൊങ്ങിയിട്ടുണ്ട്, അറിയില്ല. സോ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. ഇന്ന് എനിക്ക് ഓഫാണ്. സോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. രാവിലെ എന്താ കഴിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് ദോശയുണ്ട്, ഗ്രീൻ പീസ് കറിയുണ്ട്, ചായ വിത്തൗട്ട് ഷുഗർ ഉണ്ട്. ഇന്ന് ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചോറുണ്ട്, മോരുകറിയുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുണ്ട്, ആൻഡ് ഫൈനൽ വെളുത്തുള്ളി അച്ചാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങിയാലോ. കുറച്ച് കറങ്ങണം, പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ആൻഡ് ഇപ്പോൾ മഴ കുറഞ്ഞ് നിൽക്കുകയാണ്. സോ ഇപ്പോൾ പുറത്തിറങ്ങിയ മഴയ്ക്ക് മുമ്പ് തിരിച്ച് വീട്ടിൽ കയറും. ഓക്കെ, അപ്പോൾ കാണാം. ഹലോ, ഞാൻ റെഡി ആയിരിക്കും. നമുക്ക് പുറത്ത് പോയാലോ. എഗ്രിമെൻറ്റിൻ്റെ ഔട്ട്ഫിറ്റ്സ് എൻ്റെ ബുക്ക് കുറച്ച് കൂടുതൽ നമുക്കറിയാം. ഇരിക്കട്ടെ, നാലാൾ കാണുന്നല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ. ബൈ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ 2 റിയാൽ ഷോപ്പിലോട്ടാണ് പോകുന്നത്. ഇവിടെ 100 പൈസ തൊട്ട് 2 റിയാൽ വരെയുള്ള എന്തും നമുക്ക് ഇതാണ് ഗൈസ് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ചൈന മാർക്കറ്റ് എന്ന് പറയും. 2 റിയാൽ ഷോപ്പ്. 2 റിയാൽ തൊട്ട് നമുക്ക് എന്തും ഇവിടെ കിട്ടും. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. മേടിക്കാനുള്ള കാശൊന്നും നമ്മുടെ ഇല്ല. നമുക്കിതുവരെ സാലറി ഒന്നും കിട്ടിയിട്ടില്ല. സോ ചുമ്മാ തിണ്ടിക്കറങ്ങി നടക്കുന്നു. കണ്ടോ, കുറേ ചെരുപ്പുകളും ഷൂവും എല്ലാത്തിനും വില കുറവാണ് കേട്ടോ. ഇനി നമ്മുടെ ലക്ഷ്യം ലുലു മാളാണ്. അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ ഫ്രൈഡേ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓഫർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ലുലു പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചെന്ന് കണ്ടാലോ. കയറി ഗൈസ്, കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാനുണ്ട്. സോ അതൊക്കെ ഒന്ന് മേടിക്കട്ടെ കേട്ടോ. പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി ബില്ലടിക്കാൻ പോകുന്നു. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരു പരിപാടി മാത്രം നടന്നില്ല. നമുക്ക് പോകുന്ന വഴിക്ക് മീൻകട കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ മീൻകടയുടെ അവിടെ വെള്ളം കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. സോ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. കലാസ്. സന്ദേശയുടെ വക പഴംപൊരി ചായ. ഇനി അത് തിന്നട്ടെ ഗൈസ്. ഹലോ, അങ്ങനെ ഇന്നത്തെ ദിവസം അതിസാഹസികമായി കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് കാണിച്ച സെയിം ഫുഡ് തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി കിടന്നുറങ്ങണം. നാളെ ഈവനിങ് ഡ്യൂട്ടിയാണ്. സോ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.